2013 Christmas celebrations. Bonia, what's your favorite part about Christmas? My favorite part of Christmas is being able to spend my time surrounded by family. I also love coming to these programs who everyone worked so hard for. What about you, Joel? Well, what's there not to love about Christmas? The cards, caroling, the cookies, the food. Santa Claus, who doesn't love Santa Claus? Did everyone take a picture with Santa Claus in the cafeteria today? I think you're forgetting one very important tradition, Oh Joel. my goodness, how did I forget about this one? The annual inaugural address by the MMA president. I would like to welcome Sri Indushekhar Nair to give us his annual Christmas speech. താങ്ക്സ് ജോൽ ആൻഡ് ബോണിയ. പ്രിയപ്പെട്ട എൻ്റെ മലയാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും MMA ഈ വർഷത്തെ ക്രിസ്മസ് പരിപാടികളിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്രാവശ്യവും പതിവ് തെറ്റിച്ചില്ല. ഞങ്ങൾ പറഞ്ഞ സമയത്ത് തുടങ്ങിയിട്ടില്ല, ലേറ്റാണ്, ക്ഷമിക്കുക. ഇന്ന് നിങ്ങളെല്ലാവരും അനുഭവിച്ചതായിരിക്കും, ഇങ്ങോട്ടുള്ള ഡ്രൈവ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പലരും അല്പം വൈകിയാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഞാൻ അധികം വച്ചു നീട്ടുന്നില്ല. ഞാൻ എൻ്റെ പ്രസംഗം ഉടനെ ചുരുക്കിയിട്ട് ഞാൻ ക്രിസ്മസ് മെസ്സേജിനായിട്ട് ഫാദർ തൂങ്കുഴിയെ ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇന്ന് ഈ തണുപ്പത്ത് ഇവിടെ എല്ലാവരും സമയത്തിന്, മിക്കവാറും എല്ലാവരും സമയത്തിന് തന്നെ വന്നെത്തി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്വാഗതം. ഇന്ന് ഇവിടെ ഇത് തുടങ്ങാൻ കുറച്ച് വൈകുന്നതിൻ്റെ മറ്റൊരു കാര്യം, നിങ്ങൾക്കിപ്പോൾ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾ ലാസ്റ്റ് ഇയറിൽ ക്രിസ്മസിൻ്റെ ഓപ്പണിംഗ് പ്രോഗ്രാമായിട്ട് ജീസസ് ക്രൈസ്റ്റിൻ്റെ മിറക്കിൾസാണ് ഞങ്ങൾ കാണിച്ചത്. അതായത് ജനിച്ചതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് നമ്മൾ കാണിച്ചിരുന്നത്. ഇപ്രാവശ്യം ദ ഇവൻറ്റ്സ് ലെഡ് ടു ജീസസ് ബർത്ത്, ഒരു വളരെ അതിമനോഹരമായി കൊറിയോഗ്രാഫ് ചെയ്ത ഒരു ഓപ്പണിംഗ് കലാരൂപമാണ് നിങ്ങളിന്നിവിടെ കാണാൻ പോകുന്നത്. ഒരുപാട് നിങ്ങൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഹാൻഡ് ഔട്ട് എടുത്തെങ്കിൽ നിങ്ങൾക്ക് കാണാം, അതിൽ എസ്സേ പോലെ എഴുതിയിട്ടുണ്ട് കുട്ടികളുടെ, ഇതിലുള്ള പാർട്ടിസിപ്പൻസിൻ്റെ പേരുകൾ. അത്രയും പാർട്ടിസിപ്പൻസിനെ ഒത്തിണക്കി ഇവിടെ ഒരു പ്രോഗ്രാം നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടി പരിശ്രമിച്ച ഇതിൻ്റെ കൊറിയോഗ്രാഫേഴ്സിനും ഈ പ്രോഗ്രാംസ് ഇതിലുള്ള എല്ലാ കൊറിയോഗ്രാഫേഴ്സിനും ആർട്ടിസ്റ്റിനും അവരെ പ്രോത്സാഹിപ്പിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇനി അധികം വെച്ച് നീട്ടാതെ ഞാൻ നിങ്ങളുടെ അക്ഷമരായി നിൽക്കുന്ന നിങ്ങളെ അധികം ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഐ വെൽക്കം ഫാദർ ജോർജ് തൂങ്കുഴി ടു ഗിവ് us a Christmas message and speech. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഹൃദയംഗമായ ആശംസകൾ. നമ്മൾ മലയാളികൾ എവിടെ കൂടിയാലും നമ്മുടേതായ ആ സംസ്കാരവും പെരുമാറ്റവും നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഇന്നത്തെ നമ്മുടെ MMA ഭാരവാഹികൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ നന്ദി. പ്രത്യേകിച്ച് ശേഖർ നായർക്കും സിജോയ്ക്കും എന്നെ ക്ഷണിച്ച എല്ലാവർക്കും പ്രത്യേകമായ നന്ദി. എന്തുകൊണ്ടാണ് എന്നെ ക്ഷണിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ധാരാളം കുട്ടികളിരിക്കുന്നതുകൊണ്ട് ഒരു കഥ പറഞ്ഞു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കൽ ഒരു പള്ളിയിൽ കല്യാണം നടക്കുകയായിരുന്നു. കല്യാണം നമ്മളെല്ലാം കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ കല്യാണത്തിനിടയ്ക്ക് ഈ ഭാര്യയും ഭർത്താവും ആകുന്നയാൾ കൈ കോർത്ത് ഇങ്ങനെ പിടിക്കുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പള്ളിയിലിരുന്ന ഒരു കൊച്ച് തൻ്റെ അടുത്തിരുന്ന ഫാദറിനോട് ചോദിച്ചു, പപ്പ ഇതെന്താണ് ഇങ്ങനെ ഇവർ രണ്ടും കൂടെ ഈ ബോക്സിങ്ങിന് മുമ്പ് രണ്ട് പാർട്ടീസും കൈ കൊടുക്കുന്നവരെ കൊടുക്കുന്നത്? അന്നേരം ആ ഫാദർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത്, അതായത് ഇനി കല്യാണം കഴിയാൻ പോവുകയാണ് ഇവരുടെ, അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിൽ ബോക്സിങ് തുടങ്ങാൻ പോവുകയാണ്, അതിൻ്റെ ആരംഭമായിട്ടാണ് ഇപ്പോൾ ഈ കൈ പിടിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നാം ക്രിസ്മസിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനുഷ്യ അവതാരമാണ്. നാം ഇന്ത്യക്കാരായ നമുക്കെല്ലാവർക്കും അറിയാം അവതാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അവതാരം എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനായിട്ട് വരുന്നു. എപ്പോഴൊക്കെ തിന്മ ലോകത്തിലുണ്ടാവും അപ്പോഴെല്ലാം നന്മ
സ്ഥാപിക്കുവാനായി അല്ലെങ്കിൽ നന്മ കൊണ്ടുവരുവാനായി ദൈവം അവതരിക്കുന്നു എന്നാണ് നമുക്കറിയാം. അവതാരം നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ മനുഷ്യൻ എന്നും ആഗ്രഹിക്കുന്ന ഒന്നാണ് ദൈവ അവതാരം, ദൈവത്തെ കാണുക, ദൈവത്തിലേക്ക് വരിക. അപ്പോൾ ക്രിസ്തുവിൻ്റെ അവതാരം എന്ന് പറയുന്നത് ദൈവമായ ക്രിസ്തു മനുഷ്യനായിട്ട് നമ്മുടെ രൂപത്തിലേക്ക് വരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദൈവത്തിന് നമ്മുടെ കൂടി ആയിരിക്കാൻ, മനുഷ്യരുടെ കൂടി ആയിരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് വരുന്നത്. മനുഷ്യനായിട്ട് അവതരിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തു തിന്മയെ നശിപ്പിക്കുന്ന എങ്ങനെയാണ്? സ്വന്തം ജീവൻ ത്യാഗം ചെയ്താണ്. ത്യാഗത്തിലൂടെ നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിയമമേ ഉണ്ടായിരുന്നുള്ളൂ: നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, സ്നേഹത്തിലെല്ലാവരും ഒന്നായിരിക്കണം. അവിടുന്ന് സ്നേഹിക്കുന്നതിന് ആവശ്യമായ ചില കാര്യങ്ങളോട് പറഞ്ഞു. ഒന്ന്, നമുക്ക് ത്യാഗം വേണം, അതുപോലെ തന്നെ നമുക്ക് എളിമ വേണം, നമുക്ക് സഹനശീലത വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അതിനെല്ലാം കൂടിയാണ് നാം കർത്താവിൻ്റെ യേശുവിൻ്റെ മലയിലെ പ്രസംഗം അല്ലെങ്കിൽ ബെയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്, ഭാഗ്യങ്ങൾ. അവിടെ പറയുന്നത് ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ നന്മയെന്ന്, എളിമയാണ് ഏറ്റവും വലിയ നന്മയെന്ന്. ശക്തിയോ അഹങ്കാരമോ അധികാരമോ ഒന്നും യേശു ക്രിസ്തുവിൻ്റെ ഭാഷയിലില്ല. അപ്പോൾ നന്മ ചെയ്യുന്നത്, നന്മ നേടുന്നത്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് എളിമയോടും വിനയത്തോടും സഹനശീലതയോടും കൂടെ ചെയ്യണമെന്നാണ് അവിടുന്ന് നമുക്ക് തരുന്ന സന്ദേശം. അതുകൊണ്ട് നാം ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കുട്ടികളെല്ലാം കാത്തിരിക്കുകയാണ്. അനേക നല്ല പരിപാടികൾ ഇങ്ങനെ നോക്കി അണിയറയിൽ ഒരുങ്ങുകയാണ്. അപ്പോൾ ഞാൻ അധികം സമയം എടുക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ പ്രത്യേകമായ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി മംഗളങ്ങൾ. താങ്ക്സ് ഫാദർ തുങ്കഴി. ഫാദർ പറഞ്ഞ പോലെ നന്മയുടെയും എളിമയുടെയും ത്യാഗത്തിൻ്റെയും സമയമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ സ്ലൈഡ് ഷോയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഞങ്ങൾ ലാസ്റ്റ് ഇയറിൽ ഒരു ഫണ്ട് റൈസിങ് നടത്തിയിരുന്നു. ആ ചാരിറ്റി ഡ്രൈവിൽ നിന്ന് ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ നാട്ടിലെ മലയാറ്റൂരിലെ ആകാശത്തിലെ പറവകൾ എന്നൊരു ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. നിങ്ങൾ ആരെങ്കിലും എറണാകുളത്തോ ആ പരിസരത്തുള്ളവരുണ്ടെങ്കിൽ അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അവിടെ പോയി കാണണം. അവർക്ക് MMA എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇന്നെല്ലാം അവർക്ക് നല്ല പരിചിതമായിട്ടുള്ളൊരു ഇതായിട്ടുണ്ട്. കാരണം അവർക്ക് അത്രയും ആവശ്യമുള്ള സമയത്തായിരുന്നു ഞങ്ങൾ ഇത് കൊണ്ടു കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ അവിടുത്തെ ഫാദർ ഒരു കാര്യം പറയുകയും കൂടെ ചെയ്തു: നിങ്ങൾ ഇനിയും ഫണ്ട് റൈസിങ് നടത്തുകയാണെങ്കിൽ അവിടെ നിങ്ങളൊന്ന് ചെന്ന് കണ്ടു നോക്കണം. അതായത് അവർ തെരുവിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെയും എല്ലാം അവിടെ കൊണ്ടുവന്ന് അവർക്ക് ശുശ്രൂഷയും ഭക്ഷണവും എല്ലാം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്തവണയും ഞങ്ങൾ ആ ഫണ്ട് റൈസിങ് നടത്തിയിരുന്നു. ദയവ് ചെയ്ത് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റും കൂടെയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ജനറസ് ആയിട്ട് നിങ്ങൾ അല്പം ഡൊണേറ്റ് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ടുള്ളവർക്ക് നന്ദി. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഫ്രണ്ട് ഡെസ്കിൽ ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഇപ്രാവശ്യവും അവരെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. സോ പ്ലീസ് ആ ചാരിറ്റി ഡ്രൈവ് യൂസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ പ്രോഗ്രാംസ് ദെൻ. താങ്ക് യു.